ദൈവം നമുക്ക് വേണ്ടി തുറന്നത് നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള വേദഭാഗമാണ്. എനിക്കറിയാൻ വയ്യ എന്തുകൊണ്ടാണ് നീ അങ്ങനെ ഇടപെടാൻ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ കഴിഞ്ഞ 1-2 ദിവസങ്ങൾ ഇച്ചിരി പനിയൊക്കെ ആയിട്ട് പ്രശ്നമായിട്ട് ഇരിക്കുന്ന സമയത്തും ദൈവം ഈ വചനം എന്നോട് ഇടപെടാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്ന് കയറാമെന്ന് വിചാരിച്ചു. മറന്നു പോകല്ലേ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കൾ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഹലോ, ഞങ്ങളുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, അപ്പന് നീ പേരുദോഷമൊന്നും കേൾപ്പിക്കല്ലേ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പന് പേരുദോഷം കേൾപ്പിക്കല്ലെന്ന്. അപ്പൊ ഇത് ഞാനിങ്ങനെ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവത്തിന്റെ മക്കളെന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആമേൻ. ചുമ്മാ കള്ളം പറയുന്നവരല്ല, ആവശ്യത്തിന് കള്ളം. ഓ ഇല്ല. ആമേൻ, ആമേൻ. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവമേ അവന് ഭോഷ്കില്ലെന്ന്. ഭോഷ്ക് നീ പറഞ്ഞാൽ അത് ആരുടെ കൈതാന്നറിയാവോ? പിശാചിനെ കുറിച്ച് പറഞ്ഞവൻ ഭോഷ്കിന്റെ അപ്പനോ. അപ്പൊ ഒരാള് തമാശക്കാണെങ്കിൽ കള്ളം പറഞ്ഞാൽ ആരുടെ മകനാന്നാ പറയുന്നതെന്ന് അറിയാതെ. ഓ, ഞാൻ എന്നെ അങ്ങോട്ട് പറയുന്നില്ല ഇങ്ങനെ. ദൈവത്തിന്റെ സൈഡിൽ സത്യമേ ഉള്ളൂ, കള്ളം പറയത്തേ ഇല്ല. ആമേൻ. അവകാശം നമുക്ക് തന്നിരിക്കുന്ന അവകാശം, ഇതൊക്കെ വേദപുസ്തകത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇതെല്ലാം വായിക്കുന്നു. കാണാതെ വാക്യങ്ങൾ പറയാനൊക്കെ നമുക്കറിയാം. എന്നാലും ഞാനതൊന്ന് സ്ട്രെസ് ചെയ്ത് പോവുകയാണ്. എഫീസ് ലേഖനത്തിലേക്കൊന്ന് വന്നേ. എഫീസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചു. അപ്പൊ നമ്മൾ പുത്രത്വം ലഭിച്ചപ്പോ നമ്മുടെ മേൽ വന്നിറങ്ങിയ ഒരു പ്രധാന കാര്യമാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിലൂടെ നമ്മുടെ മേൽ വന്ന് ഇറങ്ങി. ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇറങ്ങിയോ? നിങ്ങൾ സൂക്ഷിച്ചു നോക്കുന്ന കണ്ടിട്ട് ഇതൊന്നും ഞങ്ങളെ ബന്ധിക്കുന്ന കാര്യമല്ല പാസ്റ്റർ. ഇത് ഒരു വാക്യം കൂടെ വായിച്ചു വെച്ചാൽ ഗലാത്യ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചു വെക്കാം. 14-ാമത്തെ വാക്യം. അപ്പൊ നമ്മുടെ മേൽ ആത്മാവ് വന്നിറങ്ങിയപ്പോ എന്തോ കൂടെ വന്നു നമ്മുടെ മേൽ. അബ്രഹാമിന്റെ ഇതൊക്കെ ഉണ്ടെന്നില്ല, ഇതൊന്നും ഞങ്ങൾ ആരും കാണുന്നില്ല. അങ്ങനല്ലേ നമ്മുടെ പൊതുവിൽ ഒരു ധാരണയിൽ വരാൻ സാധ്യത. അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതല്ലാതെ. ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിലൊരാവശ്യത്തിന് വിളിച്ചപ്പോൾ ഒരാള്, ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്ന അയക്ക് എന്നെ പറഞ്ഞു, എനിക്കറിയില്ല ഫോട്ടോ എടുക്കാൻ. എൻ്റെ മകൻ ഇപ്പോൾ വന്നിട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാം. അവൻ്റെ ഇരിക്കുന്നതും എന്തുവാ, ഫോണാ. അതുകൊണ്ടും ഫോട്ടോ എടുക്കാം. അതിനകത്ത് വാട്സാപ്പ് ഉണ്ട്. ഞാൻ ഇവിടുന്ന് അവന് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വാട്സാപ്പിലാണ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നേ. ആമേൻ. അത് അവന് വായിച്ചെടുക്കാൻ അറിയാം, പക്ഷെ തിരിച്ചൊന്നും സെൻഡ് ചെയ്യാൻ അവൻ അറിയത്തില്ല. അതുകൊണ്ട് ഫോൺ അതില്ലേ. ഓ, നിങ്ങൾ എന്റെ കൂടെ ഇല്ല. ആമേൻ. നമ്മൾ പ്രശ്നങ്ങൾക്കകത്ത് അകപ്പെട്ടു പോകുമ്പോ എവിടെയോ നമ്മൾ കൈമോശം വരികയാണ്. നമ്മൾ ആരാണെന്നുള്ളത് മറക്കുക.
പിശാചിന്റെ ഏറ്റവും ഇഷ്ടം എന്നാന്ന് ചോദിച്ചാൽ നിന്റെ ഐഡന്റിറ്റി ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും ലക്ഷ്യം. നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്ന് നിന്റെ ഉള്ളത്തോട് നീ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന വചനം പറയുന്നത്. ആത്മാവ് തന്നെ ആത്മാവോട് സാക്ഷ്യം പറയുക, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, അവകാശികളാണ്. അവരുടെ മേൽ എന്തൊക്കെ വന്നു? സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹം. ഇനി വരുമെന്നല്ല പറഞ്ഞ, വന്നിട്ടുണ്ടെന്നാ പറഞ്ഞേ. ആമേൻ. സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ നാവ് കൊണ്ട് തുറക്കാൻ പറഞ്ഞാൽ തുറക്കും, നിന്റെ നാവ് കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കും, നിന്റെ നാവ് കൊണ്ട് കെട്ടാൻ പറഞ്ഞാൽ കെട്ടും, നിന്റെ നാവ് കൊണ്ട് അഴിക്കാൻ പറഞ്ഞാൽ അഴിക്കും, ഉടയാൻ പറഞ്ഞാൽ ഉടയും, പണിയാൻ പറഞ്ഞാൽ പണിയും. നിന്റെ നാവിന്റെ മേൽ അധികാരം ഇരിക്കുക. അത് വ്യക്തമാക്കി ദൈവം ഒരു കാര്യം ചെയ്തു, വ്യക്തമാക്കി ചെയ്തതാ. എന്തെന്നറിയാം? ഈ ഒരു പ്രോഗ്രാം ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പോലെയാണ് ഒരാളിന്റെ മേൽ ആത്മാവ് വന്നിറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കൊരു ഭാഗം നന്നായിട്ട് അറിയാം. കനാന്യ സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്നു. കനാന്യ സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്നേച്ച്, എന്റെ മകളെ നീ ഒന്ന് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യേശു പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഇത് മക്കൾക്കുള്ള അവകാശമാണ്, ഇത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. അന്ന് യഹൂദൻ മാത്രമേ ദൈവത്തിന്റെ ലിസ്റ്റിൽ മക്കൾ എന്ന പദവിയിലുള്ളൂ. പ്രൈസ് ഗോഡ്. ആമേൻ. യഹൂദ ഗോത്രത്തിലെ ആടുകളെ തപ്പി ഞാൻ വന്നിരിക്കുന്നേ. അത് യേശു എടുത്തു പറയുകയാണ്. അപ്പൊ അവർ ചോദിച്ചത് സൗഖ്യമാണ്. സൗഖ്യം ആരുടെ അവകാശമാണ്? മക്കളുടെ അവകാശ. ഇത് നായ്ക്കുട്ടിക്ക് തരത്തില്ല. അപ്പൊ അവളൊരു നല്ല മറുപടി പറഞ്ഞു. മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് നായ്ക്കുട്ടികളും ജീവിക്കുകയാണ്. അവള് പറഞ്ഞ വെറും ഒരു തമാശയ്ക്ക് പറഞ്ഞതല്ല. അവൾ അവിടെ കുഞ്ഞിന്റെ വിടുതലിന്റെ ആഗ്രഹത്തിന്റെ ആധിക്യത്തിൽ പറഞ്ഞത്. പക്ഷെ അവൾ പറഞ്ഞതൊരു ഭയങ്കര വെളിപ്പാട്. അവൾ പറഞ്ഞ വെളിപ്പാട് എന്നാന്ന് ചോദിച്ചാൽ, യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗത്തിൽ നിന്ന് വരുന്ന സാക്ഷാൽ അപ്പം ഞാനാ. യേശു പറഞ്ഞു ഞാനാ. അവൾക്കറിയാം ഇത് മുറിക്കപ്പെടും, ഇത് നുറുക്കപ്പെടും. പ്രിയമുള്ളവരെ, കാൽവറയിൽ അപ്പം നുറുക്കപ്പെട്ട് താഴെ വീണ അപ്പനുറുക്കുകൾ നമുക്ക് ലഭിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനകത്തൂടെ നമ്മൾ മക്കൾ എന്ന പദവി കയറിയേ. മനസ്സിലാക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ആ പദവിയിലേക്ക് കയറിയപ്പോ, ഗലാത്യലേഖനത്തിൽ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 3:26 വായിച്ചു. 26-27. എന്താ? ഒന്നുകൂടെ ഒന്ന് ഉറക്ക പറഞ്ഞേ. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറ, ദൈവത്തിന്റെ മകനാ നീ എന്ന് പറ. മകനാ. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് പറയാൻ എളുപ്പമാണ്, പക്ഷെ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാനാ പാട്. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, എന്റെ മനമേ നീ ഒന്ന് അടങ്ങ്, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കും. പറയാമോ? ദൈവം നിനക്ക് ഉപകാരം ചെയ്തിരിക്കാം, നീ ഒന്ന് അടങ്ങ്. ദൈവം എന്താ ഉപകാരം ചെയ്തത്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നിനക്ക് പുത്രത്വം ലഭിക്കേണ്ടതിന് വേണ്ടി. ഒരു പുത്രൻ തകർക്കപ്പെട്ടാലേ നിനക്ക് പുത്രത്വം ലഭിക്കത്തുള്ളൂ. നീ ഏക്കണ്ട ശിക്ഷ അവന്റെ മേലായി. ആ പുത്രത്വം വിഭാഗിക്കപ്പെട്ട കൂട്ടത്തിൽ നമ്മൾ അവന്റെ മക്കളായി. ആമേൻ, ആമേൻ. പുത്രത്വത്തിന്റെ അവകാശത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പുത്രത്വത്തിന്റെ അവകാശം.
കനാന്യ സ്ത്രീ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അവന്റെ അവകാശമാണ് സൗഖ്യം. Praise God. Hallelujah. ഗലാത്യ ലേഖനം ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, മക്കൾ 4-ാം അധ്യായം 1-ാം വാക്യം. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. അവകാശി സർവത്തിനും യജമാനനാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം വർഷം കുറേയായി ദൈവസന്നിധിയിൽ ഇറങ്ങി തിരിച്ചിട്ട്, ആമേൻ, പാരമ്പര്യങ്ങൾ നമുക്ക് വേണേ പറയാം. പക്ഷേ ആത്മാവിലെ വളർച്ച എത്രയായി എന്ന് നോക്കിയെങ്കിലേ നീ അതിനകത്ത് മാച്യൂരിറ്റിയിൽ എത്തിയോ എന്ന് അറിയത്തുള്ളൂ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഒന്നാമത് വിശ്വാസം എന്ന് പറയുന്നതിന്റെ അകത്തുനിന്ന് പോകരുത്. ഞാൻ ഈ പറയുമ്പോഴും ആമേൻ, നിന്റെ ഉള്ളിൽ നിൽക്കേണ്ടത് ഞാൻ വളർന്ന ആളെന്ന് തന്നെയാണ് നിൽക്കേണ്ടത്. അത് വിശ്വാസത്താലേ പറ്റുന്നേ. അയ്യോ, ഞാൻ കൊച്ചു കുഞ്ഞായി പോയി, അങ്ങനല്ല ചിന്തിക്കണ്ടേ. ആമേൻ, ഹല്ലേലൂയ. മക്കളെന്ന പദവിക്കകത്ത് നിൽക്കുന്നതാണ് നിന്റെ മേലെ ആരോഗ്യം. മക്കളെന്ന പദവിക്കകത്ത് നിൽക്കുന്നതാണ് ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടുള്ള ഭൗതിക തലം. അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഭൗതികമാണ്. ഇതൊന്നും വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ പോകുന്നുണ്ടെങ്കിൽ ആമേൻ, ദൈവം നിർബന്ധിച്ച് നിന്നെ ഏൽപ്പിക്കത്തൊന്നുമില്ല. ആമേൻ. പക്ഷെ ശിശുവായിരിക്കുന്നിടത്തോളം അപേക്ഷിക്കാനേ പറ്റുന്നുള്ളൂ, ചോദിക്കാനേ പറ്റുന്നുള്ളൂ. ആമേൻ. വീടിന്റെ മുറ്റത്ത് ഒന്നിലധികം വണ്ടി കിടപ്പുണ്ടെങ്കിലും താക്കോലെടുത്തോണ്ട് പോയി അത് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ അത് തുറന്ന് ഓടിച്ചു പോകണമെങ്കിൽ മിനിമം 18 വയസ്സാവണം. ആമേൻ. ഇവിടെ 18 വയസ്സാകാൻ നോക്കിയിരുന്നവരുണ്ട്. 18 വയസ്സാകാൻ നോക്കിയിരുന്നവർ 18 വയസ്സെന്ന് പറഞ്ഞ ദിവസം വണ്ടി എടുത്തവരുണ്ട്. ആമേൻ. ഇന്നും വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷെ 35-40 കഴിഞ്ഞിട്ട് ഇന്നും വണ്ടി ഓടിക്കാത്തവരുണ്ട്. ഒക്കെ മനസ്സിലാകുന്നു. സഹോദരിമാരോടൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയും, നിങ്ങൾ പോയി ഡ്രൈവിംഗ് പഠിക്കണം, വണ്ടി ഓടിക്കണം എന്ന് പറയും. ആവശ്യകത ഉണ്ടായാലേ. ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ ഈ ദൂത് ഞാൻ ഇവിടെ കൈമാറുമ്പോ ശക്തമായ ചില വിടുതലുകൾ ഏതൊക്കെ മേഖലയിലാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആവശ്യപ്പെടുന്ന ചിലതിനൊക്കെ തിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് പകൽ ചലിക്കാൻ തുടങ്ങും. നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക ചില വിടുതലുകളോടുകൂടെ ആമേൻ, ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഞാൻ വിളിച്ചു പറയുമ്പോ എന്റെ കഴിവിനൊക്കെ തല്ലിയിരിക്കുന്നത് ഇതിനപ്പുറത്ത് വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആമേൻ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മശക്തിക്ക് വചനം പറയുന്നു, ചോദിക്കുന്നവരും നിരക്കുന്നതിലും അത്യുന്നതപരമായി നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്ന ദൈവം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യും. ആമേൻ. പഴയ നിയമത്തിനകത്ത് ദൈവം ഒരാളെ മാത്രമേ മകനെന്ന് വിളിച്ചിട്ടുള്ളൂ. ഒറ്റയൊരാളെ വിളിച്ചിട്ടുള്ളൂ. ആരെ വിളിച്ചു? ലൂക്കോസ് 3:38. യെസ്.
വായിച്ചപ്പോ ആദാം ദൈവത്തിന്റെ ആരിലൊന്ന് വായിച്ചോ? ആദം ദൈവത്തിന്റെ മകൻ. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഒരാളെ പോലും ദൈവം മകനെന്ന് വിളിച്ചിട്ടില്ല. അന്ന് എല്ലാവരും ചോദിക്കും, ഏദനിൽ എന്താ നഷ്ടപ്പെട്ടത്? ഏദനിൽ നഷ്ടപ്പെട്ടത് ഇതാ, പുത്രത്വം പോയി. എവിടെ? ഒരുവന്റെ അനുസരണക്കേടിനാൽ നഷ്ടപ്പെട്ടു പോയത് പുത്രത്വം. ആമേൻ. പിശാച് പറഞ്ഞു കൊടുത്ത് ദൈവമാകാൻ പറ്റുമെന്ന്. അപ്പൊ കൊച്ചു ദൈവമാകാന്ന് വിചാരിച്ച പരിപാടി തുടങ്ങിയത്. പക്ഷെ എന്തോ ചെയ്തെന്നറിയാമോ? ആ പദവിയെ പോയി. ആമേൻ. പിന്നെ എപ്പോഴാ പിതാവ് ഹല്ലേലൂയ ഒരു മകനെന്ന് വിളിച്ചെന്നറിയാമോ? യോർദാനിൽ നിന്ന് സ്നാനമേറ്റ് യേശു കരകയറിയപ്പോ യേശു സ്വർഗം തുറന്നു. പിതാവ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ കാലഘട്ടം അത്രയും വന്ന സകല വിശുദ്ധന്മാരെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കോ. അബ്രഹാം ഉണ്ടായിരുന്നു. വിശ്വാസികളുടെ പിതാവ് എന്നൊക്കെ നമ്മളെ വിളിക്കുന്നെങ്കിലും ദൈവം വിളിച്ചെന്ന് ചോദിച്ചാ എന്റെ സ്നേഹിതനായ അബ്രഹാം എന്ന്. സ്നേഹിതനായിരുന്നു, പക്ഷെ മക്കളെന്ന പദവി വന്നില്ല. ആമേൻ. റോമലേഖനത്തിലേക്ക് വരെ പറഞ്ഞു, ഒരുവന്റെ അനുസരണക്കേടിനാൽ നഷ്ടപ്പെട്ടു പോയത്, എല്ലാവരും പാപികളായി തീർന്നത്, ഒരുവന്റെ അനുസരണത്താൽ എല്ലാവരും നീതിമാന്മാരായി മാറി. എവിടെ അതിന്റെ പൂർത്തീകരണം കിടക്കുന്നത് മനസ്സിലായോ? അനുസരണക്കേട് കാണിച്ചവൻ പുത്രത്വത്തിൽ നിന്ന് വെളിയിൽ പോയപ്പോ സ്വന്തം പുത്രൻ വന്ന് അനുസരണം കാണിച്ചപ്പോ ആ അനുസരണത്തിലൂടെ പുത്രത്വത്തെ തിരിച്ചു പിടിച്ചെങ്കിൽ ഇന്ന് പകൽ എന്റെ യേശു ചെയ്തത് വെറുതാമായില്ലെന്നേ. നിനക്കും എനിക്കും വേണ്ടി അവൻ കാൽവറിയിൽ കയറിയത് നമുക്ക് പുത്രത്വം തരാനായിരുന്നുവെങ്കിൽ ഈ പകൽ വിശ്വസിക്കണം, നിന്റെ മേൽ വ്യാപരിക്കുന്നത് പുത്രത്വത്തിന്റെ ആത്മാവ. അമ്മ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നത് കരഞ്ഞു കൂകി മിരിക്കാൻ വേണ്ടി അല്ല. നിന്റെ പ്രശ്നത്തെ നോക്കി തകരാൻ പറഞ്ഞ തകരും, കല്ലിൽ ഉടയാൻ പറഞ്ഞ ഉടയും. എന്ത് വേണമെന്ന് നിന്റെ ഉള്ളിൽ നീ ചിന്തിച്ച് നീ വിളിച്ചു പറ, ദൈവപ്രവൃത്തി വെളിപ്പെടും. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ കൃപ. ആമേൻ. ഈ ആദമിന്റെ കയ്യിൽ നിന്ന് പുത്രത്വം പോയപ്പോ ഏറ്റവും സന്തോഷിച്ച പാർട്ടി ആരെന്നറിയോ? പിശാച്. ഏദനിൽ നിന്ന് അവനെ അടിച്ച് പുറത്താക്കിയപ്പോ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. ആ സമയത്ത് ഒരു ദൂത് അവന് കിട്ടി, സ്ത്രീയുടെ സന്തതി തന്റെ തല തകർക്കും. അന്ന് മുതൽ അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ സ്ത്രീയുടെ സന്തതി എപ്പോഴാ വരുന്നത്. ഞാനിവിടെ നിർത്തി ഒരു കാര്യം പറയാം. ഒരു വാഗ്ദത്തം വന്ന് വീഴുമ്പോഴാണ് പിശാച് അത് മനസ്സിലാക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. ദൈവത്തിന്റെ വാഗ്ദത്തം ഒരാളുടെ മേലുള്ളത് പുറത്ത് ഒരാൾ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ പിശാചിനത് അറിയാൻ കഴിയില്ല. പക്ഷെ ഒരു ദിവസം ഒരു പ്രവാചകനിലൂടെയോ മറ്റൊരാളിലോ പുറത്ത് വിളിച്ചു പറയുന്ന ഒരു ശബ്ദം കേട്ടാൽ അന്ന് പിശാചിന് മനസ്സിലാകും, നാളെ ഇവൻ ഇന്നത് സംഭവിക്കാൻ പോകുന്നു, ഇന്നതെന്ന്. ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിലെ ചർച്ചിൽ പണ്ട് എൻ്റെ ഫാദറൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, നിന്റെ കുടുംബത്തിനകത്തെ അന്തരീക്ഷത്തെ എങ്ങനെ മലിനസമാക്കാമെന്ന് അവൻ ചിന്തിക്കും. പക്ഷേ അവൻ വിതയ്ക്കുന്നത് ഒത്തോ ഇല്ലയോ എന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി ഇരിക്കുന്നതിനിടയിൽ ഒരു പ്രശ്നം കൊണ്ടിട്ടേച്ച്, അവിടുത്തെ സ്ഥിരം ഫ്രൈസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നേ, ഇട്ടേച്ച് അവൻ ആ മതിലേക്ക് കയറി അവിടെ ഇരിക്കും. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ
അകത്തെ ശബ്ദം കോലാഹലം കേൾക്കുമ്പോൾ അവന് മനസ്സിലാക്കും അവനിട്ട സംഭവം അവിടെ കെടുത്തു, അവൻ അതിന്റെ റിസൾട്ട് വരാൻ തുടങ്ങിയെന്ന്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ അന്നേരം നമ്മുടെ അടുത്തും പ്രശ്നം ഒന്നിൽ അച്ചായന് അല്ലെ അമ്മമ്മ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നമേ നീക്കത്തുള്ളൂ. പിശാച് എന്നിടെ വന്നതോ അവൻ മതിലിരുന്ന് ചിരിക്കുന്നതോ ഒന്നും നമ്മൾ അതിന് ശ്രദ്ധിക്കത്തില്ല. അവൻ ജയിക്കാൻ വേണ്ടി പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർത്തിട്ടേ അവൻ പറഞ്ഞു തീർത്ത് കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ആശ്വാസം വരുമ്പോഴത്തേക്ക് അവൻ എഴുന്നേച്ച് ബായ് പറഞ്ഞു പോവും, ഇന്നത്തെ പ്രാർത്ഥന ഞാൻ മുടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഒരു വിധത്തിലും എന്റെ യേശുവിനെ പരീക്ഷിക്കാൻ കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ. ഒരു രീതിയിലും അവനെ പ്രകോപിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെ പ്രകോപിപ്പിക്കാൻ, എന്തുകൊണ്ട് പ്രകോപിപ്പിക്കാൻ പറ്റുമെന്ന് നന്നായിട്ട് അറിയാം പിശാചിന്. ഒരു വീടിനകത്ത് എന്തോ പ്രശ്നം ഇട്ടാൽ അവിടെ പ്രകോപനം ഉണ്ടാകുമെന്ന് അവനറിയാം. ഏതൊക്കെ രീതി കാര്യങ്ങൾ ചെയ്യണമെന്ന് അവനറിയാം. കാരണം ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം പലത് കൊണ്ടിട്ട് നോക്കി ഇട്ടതെല്ലാം ഏറ്റവും അവൻ പറ്റിയ സാധനം അവന്റെ കൈ പിന്നെ അവനെ തുറുപ്പ് പോലെ വെച്ചിരിക്കുക, അടുത്ത പ്രാവശ്യം അത് കൊണ്ടിടാൻ. ആമേൻ, പ്രൈസ് ഗോഡ്. ഈ വചനം കേട്ട് ദൈവത്തിന്റെ വായിന്ന് തന്നെ അവനോട് നേരിട്ട പറയുന്നത്, സ്ത്രീയുടെ സന്തതിന്റെ തല തക്കൂടാ. അന്ന് മുതൽ നോക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോണ്ട് രണ്ടുപേര് യാഗം കഴിക്കാൻ പോകുന്നു. ഒരുത്തന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. പെട്ടെന്ന് പിശാച് മനസ്സിൽ ചിന്തിക്കുകയാ, ഇവനായിരിക്കും ആ വ്യക്തി. ആമേൻ, ചിന്തിച്ചതേ ഉള്ളൂ. മറ്റവനകത്ത് ആമേൻ പിശാച് കയറി കയീൻ ഹാബേലിനെ കൊന്നു. എന്നതിലേക്ക് പോവല്ല. പ്രൈസ് ഗോഡ്. ആരാധന കഴിഞ്ഞ് ആമേൻ ദൈവം കയീനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിന്റെ മുഖം എന്നെ വാടിയിരിക്കുന്നേ. ഇവിടുന്ന് ആരാധന കഴിഞ്ഞു പോകുന്ന ഒരാളോട് ഞാൻ ചോദിക്കാം, എന്നെ പറ്റി ഒരു മുഖം വാടിയിരിക്കുന്നില്ല എന്ന് ചോദിച്ചാ പാസ്റ്റർ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും പറഞ്ഞേക്കാം വേണമെങ്കിൽ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ആരാധനയിൽ നിന്ന് അവർക്കൊരു സന്തോഷമുണ്ടായില്ല. അവൻ വന്ന പ്രശ്നത്തിൽ തന്നെ അവൻ മടങ്ങിപ്പോകുന്നേ. ഈ പകൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വന്നതുപോലെ മടങ്ങരുതാരും ഇന്ന് പകൽ. വന്നതുപോലെ മടങ്ങരുതാരുമെന്ന്. നിന്റെ മനസ്സിനകത്ത് നീ കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ തത്തു വെച്ചിട്ട് പോകാവൂ. ഇന്ന് പകൽ അതിന്റെ വിടുതൽ ചലിക്കുന്ന ദിവസമാകേണ്ടതിന് ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം കൊണ്ട് എടുത്ത് പറയുകയാണ്. ഇന്നത്തെ ദിവസം ശാരീരികമായിട്ട് ഇച്ചിരി അസ്വസ്ഥതകൾ ഉള്ളത് കൊണ്ട് വേറൊരാളെ വിളിച്ച് ഇന്നത്തെ മീറ്റിംഗ് ഏൽപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു, പ്രസംഗം ഏൽപ്പിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഇന്ന് ഇവിടെ ഒരു തീ കത്താനുണ്ട്. അതിനകത്ത് ചിലത് കരിഞ്ഞു മാറാനുണ്ട്. ഇന്ന് പകൽ എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ഇന്ന് പകൽ ആത്മാവിന്റെ തീ ഇവിടെ കത്താൻ, ആത്മനദിയുടെ ആത്മതീയുടെ കത്താൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അതിനകത്ത് ചിലത് കരിഞ്ഞ് പാറാനുണ്ട്. അപവാദങ്ങൾ പോലെ നിൽക്കുന്നത് തുടങ്ങി ദൈവിക പദ്ധതിക്ക് വിരോധമായി, ദൈവത്തിന്റെ കാര്യപരിപാടിക്ക് വിരോധമായി, നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് വിരോധമായി, ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തത്തിന് വിരോധമായി ചലിക്കുന്ന ഇരുളിന്റെ അധികാരങ്ങൾ, അത് വരുത്തുന്ന കെടുതികൾ ഇന്ന് പകൽ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ കെട്ടടങ്ങട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ശക്തമായ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആത്മശക്തിയുടെ വലിയ വ്യാപാരം ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരത്താൽ തീ കത്തട്ടെ. ഇന്ന് പകൽ കത്തന്റെ മണ്ഡലങ്ങൾ കത്തട്ടെ. ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ.
ദൈവകൃപ ആമിന തീക്കകത്ത് സകലത്തെയും കോടാതിയുന്നു. ആമിന്റെ കയ്യെ തൂങ്ങിയതായാലും നിന്നെ ഭയപ്പെടുത്താൻ നോക്കുന്ന സകല പ്രശ്നങ്ങളും എന്ന് പകരം തീക്കകത്ത് കുടഞ്ഞുകളാ. അവനൊരു ദൈവപ്രവൃത്തിയുടെ ദിവസമായിരുന്നു. ദൈവം വിടുവിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ദൈവിക തീ കത്തുകയാ. ദൈവകൃപ 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 ദൈവകൃപ. നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് വിരോധമായി എന്തൊക്കെ പദ്ധതി അവൻ കൊണ്ടുവന്നാലും ദൈവത്തിന്റെ പരിപാടിയെ നടക്കത്തുള്ളൂ. പക്ഷേ അതിനിടയ്ക്ക് നിന്നെ ക്ഷീണിപ്പിക്കുവാനും അതിനിടയ്ക്ക് നിന്നെ മനസ്സ് പഠിപ്പിക്കാനും ചിന്താഗതികളെ മാറ്റിമറിക്കാനും വിശുദ്ധിയിൽ നിൽക്കാൻ കഴിയാതെ അശുദ്ധ മണ്ഡലങ്ങളെ നിന്നുമ്പിൽ തുറക്കാനും ഒക്കെ പിശാച് പല പദ്ധതികൾ ഇണക്കുമ്പോ ഇന്ന് പകൽ പറയണ എന്റെ ദൈവത്താലുള്ളത് മതി. എനിക്ക് അൺഗോഡ്ലി ആയിട്ടുള്ളതൊന്നും എനിക്ക് വേണ്ട. ഗോഡ്ലി ആയിട്ടുള്ളത് മതി എനിക്ക്. ജീസസ് നാസറേയനായ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഞാൻ ജയം കൽപ്പിക്കുകയാണ്. ഓ, എന്റെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ജയമുണ്ടെന്ന് വചനം പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ അത് വിശ്വസിക്കുക. മക്കളുടെ അവകാശമാണ്, മക്കളുടെ അവകാശമാണ്, മക്കളുടെ അവകാശമാണ്, മക്കളുടെ അവകാശമാണ്. ആമേൻ. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. സ്വർഗസ്ഥനായ അപ്പാന്ന് വിളിക്കാനാ പഠിപ്പിച്ചത്. അപ്പാന്ന് വിളിക്കാനാ. ദൈവം എന്ന് വിളിക്കുന്നതിന് ഞാൻ എതിരൊന്നും അല്ല കേട്ടോ. അപ്പാന്ന് വിളിക്കാനാ യേശു പഠിപ്പിച്ചത്. ആമേൻ. ഹല്ലേലൂയ. അപ്പാന്ന് വിളിക്കുകയാണെങ്കിൽ ആമേൻ. കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് നോക്കിയല്ലേനും അപ്പാന്ന് വിളിച്ചിട്ട് അപ്പനോടൊരു കാര്യം പറയാനായിട്ട് നിങ്ങളാരും പിള്ളേരെ നോക്കണ്ട, ഞാൻ നോക്കുള്ളൂ. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിപ്പിച്ചതേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും അപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് മുട്ടുകുത്തി നിന്ന് വെച്ച് കൈകൂപ്പി ദൈവത്തെ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിന്റെ റിലേഷൻഷിപ്പ് എന്താ ആകുന്നേ? ശരിക്കും ആ റിലേഷൻഷിപ്പ് ഉണ്ടോ? വചനം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കത്തില്ല നീ. മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കില്ല. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കില്ല. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം നൽകും, എത്രയധികം നന്മ നൽകും. വേറൊരു ഭാഗത്ത് പരിശുദ്ധാത്മാവിനെ നൽകും. ഇതിനകത്തിരിക്കുന്നതിനകത്ത് പലരും ആമേൻ മക്കളുള്ളവര് പലരും. ആമേൻ. അവർക്കറിയാം മക്കൾ വന്ന് ചോദിച്ചാൽ ഏതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമെന്ന് നമുക്ക് അറിയാം. ഒരു പ്രായമാകുന്നവരെ മക്കളെ പല രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യും. പ്രൈസ് ഗോഡ്. കാരണം അവർക്ക് ശരിയും തെറ്റും അറിയാൻ വയ്യാത്തത് കൊണ്ട് അതവർക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു കാലഘട്ടം.
ഒരു പരിധിയിലായി കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. ഒരു പ്രായമായി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഈ പറയുന്നതിനകത്തുനിന്ന് ഞാൻ പറയുന്ന ഒരു പ്രധാന കാര്യം, ആ മനുഷ്യരിലേക്ക് വരണം. അപ്പൊ തന്നെ ചിന്തിക്കുക, ഈ ദിവസങ്ങളിൽ എന്നെ എത്ര പ്രശ്നം. നോ, ഒരാളല്ല, രണ്ടാളല്ല, പലരുടെ വിഷയങ്ങൾ എനിക്കറിയാം. അറിയാമേത്ത വിഷയങ്ങളുമായിട്ട് ഇതിനകത്തിരിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. ചുമ്മാ ആത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലെന്നും എനിക്കറിയാം. ആമേൻ, പ്രൈസ് ഗോഡ്. ഇത് വ്യക്തമായി നിങ്ങളുടെ അകത്തൊന്ന് ബോധ്യമായാൽ അവിടെ വിടുതൽ നടക്കണം. അകത്ത് ബോധ്യമാകണം. അതിനാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ മക്കളാണെന്ന് നമ്മളെ കൊണ്ട് വിശ്വസിക്കാൻ പലപ്പോഴും പാടാന്നേ. നമ്മൾ വിശ്വാസികളാണെന്ന് പറഞ്ഞാലും മക്കളെന്ന് മറ്റു പല, എനിക്ക് എന്റെ ദൈവത്തെ ഭയങ്കര ഇഷ്ടമാണ്. ദൈവത്തെ വിശ്വസിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. ആർക്കാ ദൈവത്തെ വിശ്വാസം ഇല്ലാത്ത? മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ഞാനിവിടെ നിർത്തും. ഇപ്പൊ 3 കാര്യങ്ങൾ. ഒന്ന്, നീ ദൈവത്തിന്റെ മകനോ മകളോ ആണെന്നുള്ളത് ഉറപ്പാക്കണം എന്ന് പകൽ. 2, നീ വെറുതെ അല്ല ഈ ഭൂമി വന്നത്, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. 3, എന്തെല്ലാം കാറ്റ് വന്നാലും ചെങ്കടൽ വന്നാലും വാഗ്ദത്തം എൻ്റെ കൈവരും. ദൈവത്തിന്റെ കാര്യപരിപാടി നടക്കും. ഇതിനിടെ വരുന്ന ഒരു പൈശാചിക മണ്ഡലത്തിനും നിന്നെയോ നിന്റെ കുടുംബത്തെയോ നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ ഒന്നും തകർക്കാൻ പറ്റത്തില്ല. ഇത് മനസ്സിനകത്ത് ശക്തമായി എഴുതിയിടണം. ശക്തമായിട്ട് എഴുതിയിടുക എന്നല്ല, ഒന്നും ബോധ്യമാകത്തക്കവണ്ണം നീ തന്നെ നിന്റെ മനസ്സിനോട് പറയണം. കൈ നെഞ്ചത്തോട്ട് വെച്ചിട്ട് നിന്റെ മനസ്സിനോട് നിനക്കൊന്ന് പറയാമോ, എൻ്റെ ദൈവത്തിന്റെ പദ്ധതിയുടെ മേൽ നടക്കും, ഞാൻ അത് അറിയുന്നു എന്നൊന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ മകളാ, ദൈവത്തിന്റെ മകൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. ശക്തമായ ഒരു ദൈവപ്രവർത്തിക്കായി ഇന്ന് പകൽ ഞാൻ ഒരു വാക്കിൽ നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രൈസ് ടു ജീസസ്. കണ്ണുകൾ അടയ്ക്കാം. നിങ്ങളുടെ വിഷയം എന്തുമായിക്കോട്ടെ, എന്ത് സാഹചര്യമായിക്കോട്ടെ, ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് പകൽ ബോധ്യമായിരിക്കണം, നല്ല ബോധ്യമായിരിക്കണം. ആമേൻ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ നല്ല ബോധ്യമാകണം. കർത്താവേ, ഞങ്ങൾ മക്കൾ അപ്പാ ആ സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ അതിന് ഞങ്ങളെ അവിടുത്തെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ മേൽ നിവർത്തീകരിക്കുമല്ലോ. ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് ഞങ്ങളെ നീ നടത്തുമല്ലോ. ആമേൻ. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവേ. അതുപോലെ ഞങ്ങളുടെ മേൽ വെച്ച വാഗ്ദത്തം, ഞങ്ങളുടെ ദർശനം, അതിൽ ഞങ്ങളെത്തും. ഞങ്ങളത് വിശ്വസിക്കുന്നു. അവിടുത്തെ കരത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കും. കർത്താവേ, കടന്നു വന്ന ജനത്തെ ഒരുപോലെ അവിടുത്തെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു. ഇന്ന് പകൽ അഴിയേണ്ട കെട്ടുകൾ അഴിയണം, ഉടയേണ്ട മണ്ഡലങ്ങൾ ഉടയണം, പണിയപ്പെടേണ്ട മണ്ഡലങ്ങൾ പണിയപ്പെടണം. കർത്താവേ, അപ്പാ ഒരു ഒരു പ്രസംഗം കേട്ടു പോകുന്ന പോലെ അല്ലപ്പാ. ഇന്ന് പകൽ എന്റെ കർത്താവ് ചെന്നെ അങ്ങയുടെ മാറോട് ചേർത്തൊന്ന് പിടിക്കണം. നിവർത്തിയില്ലപ്പാ എന്ന് പറഞ്ഞ് വാ പൊളിക്കുന്നു. പറ്റുന്നില്ല. എങ്ങനെ നിൽക്കുമെന്ന് ചിന്തിച്ച് ഹൃദയം പൊട്ടുമാറുള്ള വേദനയിൽ മറ്റാരോട് പറയാൻ കഴിയാതെ അപ്പാ നിന്റെ
സന്നദ്ധി മാത്രം നിൽക്കുന്ന വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ സ്വർഗം ചലിച്ചേ പറ്റും. ദൈവത്തിന്റെ കരത്തിലേക്ക് ഞാൻ ഈ ചർച്ചിനെ കൈമാറുകയാണ്. നിരകത്തിരിക്കുന്ന ജനത്തെ കൈമാറുകയാണ്. ഇന്ന് പകൽ ഒരു ദൈവപ്രവൃത്തിയുടെ പകലായി സ്വർഗം ചെയ്യണം. ഇവിടെ എന്തോ നീ തുടങ്ങുന്നു എന്ന് എനിക്കറിയാം. എവിടെയോ അതിന്റെ പദ്ധതികൾ ആരംഭിക്കുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ കർത്താവേ, അതിന്റെ റിസൾട്ട് താമസിക്കാൻ പറ്റില്ല. ദൈവപ്രവൃത്തി വെളിപ്പെട്ടേ പറ്റൂ, അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പാ, വിടുതൽ ചലിക്കേണ്ട മണ്ഡലങ്ങൾ വിടുതൽ ചലിച്ചു പറ്റും. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായുള്ള ഞങ്ങളുടെ കർത്താവിന്റെ സന്നിധിയിൽ സകലത്തെയും സമർപ്പിച്ച് ഈ കർത്താവേ, അഭിഷക്തനെന്ന കർത്താവേ, അപ്പൊ ആ ലെവലിൽ നിന്നുകൊണ്ട്, ആ പദവിയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. അവരുടെ ആത്മീക, ഭൗതിക, ശാരീരിക മണ്ഡലങ്ങൾ അവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. സകല അതിന് വിരോധമായ കേടുകളും നീങ്ങിപ്പോകട്ടെ. നസ്രേനായ യേശുവിൻ നാമത്തിൽ വിടുതൽ ചലിക്കട്ടെ. സ്വർഗ്ഗം അത് ചെയ്യുന്നതിനാ ഞങ്ങൾ നന്ദി പറയുന്നു. യോഗ്യതയൊന്നും പറയാനില്ല, യോഗ്യത അവനൊന്നും പറയാനില്ല, നിന്റെ സന്നദ്ധയിലൊന്നും പുകഴാനില്ലപ്പാ. അവിടുത്തെ കൃപയൊന്നും മാത്രമാ. ഞങ്ങളെ നിർത്തിയിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ കർത്താവേ, അപ്പാ, അവിടുത്തെ ചെയ്യുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ആ പ്രവർത്തിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് പകൽ ചില ഇന്നർ ഓർഗൻസിന്റെ മേലൊക്കെ അവിടുത്തെ കൃപ വ്യാപരിക്കുന്നു. ഈ പകൽ ഇവിടെ കടന്നു വരാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്നവരും ജോലിയിലായിരിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് കർത്താവേ, സാധ്യതകളുടെ മണ്ഡലങ്ങൾ മെഡിക്കൽ സയൻസ് പറഞ്ഞിരിക്കുന്ന ചിലത് ഇന്ന് പകൽ നസ്രേനായ യേശുവിന്റെ നാമത്തിൽ, നസ്രേനായ യേശുവിൻ നാമത്തിൽ ആമേൻ, അത് അമികല്ലിൽ സാധ്യമാകട്ടെ. ദൈവം പ്രതിഫലിപ്പകട്ടെ. സ്വർഗം അത് ചെയ്യുന്നതിനാ ഞങ്ങൾ നന്ദി പറയുന്നു. തിരുനാമത്തിന് മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ.